എന്തോ ചേച്ചി ഇങ്ങോട്ട് എന്താ? അതെ എന്റെ കുഞ്ഞളീനെ ആരാണ്ട് മുഴുക്കാപ്പി ചാത്തി അവിടെ ഇട്ടിരിക്കുക. ഇനി കൊണ്ടുവന്നിട്ട് വേണം ദീപാരാധന നടത്താൻ. എന്തോ ചേച്ചി? ലല്ലുവിനെ ആരൊക്കെ ചേർന്ന് ഉപദ്രവിച്ചെന്ന്. അവൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ അമ്മയുടെ 100 വട്ടം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വിടില്ല. അയ്യോ വലിയ വലിയ കുഴപ്പമുണ്ടാ? കനകനും ഇല്ലല്ലോ ഇവിടെ. അമ്മയെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് കാലാകാലമായി നാട്ടുകാർ കൊടുക്കുന്ന ഒരു നേർച്ചയാ. അത് മുറതെറ്റാതെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. ചെറുക്കനെ കണ്ടാലും അറിയാം ഒരു അടിയുണ്ട്. എന്തെങ്കിലും വിളിക്കണേ. വിളിക്കാം. ഈ അമ്മ ആരെങ്കിലും നിൽക്കുമ്പോ പറയണ്ട. അമ്മ അങ്ങനെ പറഞ്ഞു. ആരാണ് ആ ചേച്ചിയുടെ ആങ്ങളല്ലേ? വാങ്ങോട്. എന്ത് കഷ്ടമെന്ന് പറയാലോ. ചില സമയത്ത് അമ്മയുടെ നാക്കിന് ഒരു ലൈസൻസും ഇല്ല. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. നല്ലോ അവൻ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ടാവും. ഏട്ടാ ഒന്ന് പോയി നോക്കേട്ടാ. മക്കളെ നീ ഒന്ന് പോയി നോക്കടാ. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ അയലോക്കം അല്ലേ. അയ്യോ പറഞ്ഞില്ലാന്നേ. ഏട്ടാ ഒന്ന് പോയി നോക്കിട്ട് വാ. ദൈവമേ അവൻ അത്യാഹിതം ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനെയാണ് ഏട്ടാ പറയണത്. നോക്കിക്കേ, ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. സ്വഭാവം ഇത്. ആ ചെറുക്കനെ ഓർക്കണ്ടേ? സുലി ചേച്ചിനെ ഓർക്കണ്ടേ? എടുക്കുന്നില്ല. ഇതല്ല വീട്. ഇവിടെ കട്ടൻകുട്ടിയുള്ള അവിടെ പോയെന്നില്ല. ഇവിടെ വരെ പോകത്തുള്ളൂ. നടക്കാൻ പറ്റും. ഇവിടെ വരെ പോകത്തുള്ളൂ. നടക്കാൻ പറ്റൂല കൊച്ചിനെ, വയ്യാത്തല്ലേ. വണ്ടി ഇവിടെ നിർത്തിയത് അല്ല, ഓട്ടോക്കാർ താഴോട്ട് പോകത്തില്ലെന്ന്. ഹെലികോപ്റ്റർ അല്ലേ എന്ന് പറഞ്ഞ മുത്തേ. നീ പേനേഷം അവിടെ എന്തിനാണ് സംഭവിച്ചത് നീ അറിഞ്ഞ? ബൈക്കിനെ തല്ലി പൊട്ടിച്ച് കവാല നോക്കി 2 അടിയും കൊടുത്ത് മൂക്കാമട്ടയ്ക്ക് ഇടിയും കൊടുത്തു. എടാ അമ്മ കേസ് കൊടുക്കൂലടാ. ഇതല്ലേ എനിക്ക് കിട്ടിയ അമ്മരെന്തിന് ഗ്യാസ് കൊടുക്കണേ? ഞാനല്ലേ ഗ്യാസ് കൊടുക്കണ്ടേ? അയ്യോ കൈ പിടിക്കല്ലേ. ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴല്ലേ അറിയണ്ട ഇവൻ കള്ളം പറഞ്ഞാണ് അവിടെ നിന്ന് വന്നത്. തമ്പിച്ചേട്ടൻ നാടകത്തിന് പോയി. ഞാൻ അവിടെ ഒറ്റയ്ക്കൊന്നും വേണ്ട കൂട്ടിടക്കാൻ വന്നവനാണ്. നീ ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? സുലു അവനെങ്ങനെ നിർത്തണ്ട, കൊണ്ടുപോയി കിടത്ത്. നല്ല വേദന. അമ്മ ഇന്ന് രാവിലെ ഇവൻ വഴക്കുണ്ടാക്കി ഇറങ്ങി പോയപ്പോഴേ എനിക്ക് തോന്നി ഈ വണ്ടിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിക്കുന്നു. മതി വാ. അടുത്ത കൈയുടെ തല്ലുപിടി എന്റെ തലമുറകളാണല്ലോ വരുന്നത്. പറഞ്ഞോ. ഞാൻ കണ്ടായിരുന്നു. കണ്ടില്ലെന്ന് കള്ളം പറഞ്ഞു. അടിയും വഴക്കൊക്കെ കൊണ്ടോളാം. എന്നാ വേഗം ഇങ്ങ് കയറി വാ. നാട്ടുകാരുടെ തല്ലും കൊണ്ട് നടക്കുക. നേരങ്ങി